ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നത് പെട്ടെന്നൊരു പിസ്സ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാദ്യം തന്നെ ഞാൻ 1.5 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റാട്ടോ എടുത്ത് 1.5 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് വാം മിൽക്കും കൂടെ ചെറിയ ചൂടുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ വേണ്ടി ഒരു 5 മിനിറ്റ് വെച്ച് കിട്ടാം. ഇനിയിപ്പോൾ നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ മൈദയിലേക്ക് ഡയറക്റ്റ് തന്നെ ചേർക്കാം. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്ത് കിട്ടാം. ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് എടുത്തത്. അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഒറിഗാനോ, കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ചേർത്തിക്കില്ലെങ്കിലും സാധാ മാരിനേറ്റ് ചെയ്തിട്ടും വെച്ചാൽ മതി. ഇനി ഞാനിത് നമ്മൾ പിസ്സക്കുള്ള ഡോ ചെയ്യാൻ പോകട്ടോ. അതിന് വേണ്ടി 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൻ്റെ 2 കപ്പ് മൈദ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ഒഴിച്ച് ഒന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഒലിവ് ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ആക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്റ്റീവ് ആകുമ്പോൾ ഈസ്റ്റില്ലേ, അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളെ മൈദയിലേക്ക് ഒഴിച്ച് ഒന്ന് നല്ലോണം കുഴച്ചെടുക്കാം. അതുപോലെ നമ്മളിതിലേക്ക് 2 കപ്പ് മൈദയല്ല യൂസാക്കിയത്. അപ്പോൾ മൈദ കുഴയ്ക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് പാലാണ് യൂസാക്കുന്നത്. അപ്പോൾ 1 കപ്പ് പാലെന്ന് പറയുമ്പം 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളം കൂടെ ചെറുതാക്കി ചൂടാക്കിയിട്ടാണ് യൂസാക്കിയത്. അപ്പോൾ അതിൽ 1/2 കപ്പോളം പാൽ നമ്മൾ ഈ മിക്സാക്കിയെടുത്ത പാല് ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ വെച്ച് ബാക്കി വന്ന പാലില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളിതാ നല്ലോണം കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് നല്ലോണം കുഴച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തി മാവിനേക്കാളും ഒന്ന് ലൂസായിട്ടാണ് ഈ ഡോ ഉണ്ടാവേണ്ടത്. ഇനി ഇതൊന്ന് ഡബിൾ സൈസ് ആവാൻ വേണ്ടി ഞാനൊരു ബൗളിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് നമ്മൾ ഡോയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള പിസ്സ സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് 2 തക്കാളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് നമ്മൾ ഉണക്കമുളക്, ഒരു ചെറിയ ഉള്ളിയും കൂടെ എടുത്ത് ഇനി ഇതാ ഞാൻ തക്കാളീൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. അതെന്ന് വെച്ചാൽ നമുക്ക് തക്കാളീൻ്റെ സ്കിന്നൊന്ന് പെട്ടെന്ന് പീൽ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടെ ഞാൻ കുക്കറിലിട്ട് ഒരു 2 വിസിൽ അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ സോസിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിളൊക്കെ നല്ലോണം വെന്ത് കിട്ടിക്ക്. ഇനി ഇതാ തക്കാളിൻ്റെ മുകളിലത്തെ അതിൻ്റെ സ്കിന്നൊന്ന് ഞാൻ മെല്ലെ പീൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഞാൻ ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് അടിയണ്ട, ഒന്ന് ജസ്റ്റ് ഒരു തരിതരിപ്പ് വെച്ചിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ അടിച്ചെടുത്തേക്ക്. ഇനിയിപ്പോൾ ഞാൻ ഒരു പാന് വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ സൺഫ്ലവർ ഓയിലിന് പകരം ഏത് റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് അടിച്ച് വെച്ച് നമ്മൾ തക്കാളിൻ്റെ ഇല്ലേ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം തെളിച്ച് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒന്ന് നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നിട്ട് നല്ലോണം ഒന്ന് സെറ്റാക്കി ഒരു സോസിൻ്റെ രൂപത്തിൽ കുറുകി സെറ്റാക്കിയെടുക്കുക. ഇതൊന്ന് കുറച്ച് ഇതിൻ്റെ വാട്ടറിയൊക്കെ പോയിട്ട് ഒന്ന് തിക്കായിട്ട് വരണം നമ്മളെ സോസ്. ഇപ്പോൾ നമ്മളെ സോസ് നല്ലോണം തിക്കായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഡോ എടുത്തേക്ക്. ഡോ നല്ലോണം ഡബിൾ സൈസായിട്ട് പൊന്തിക്കിട്ടാ. ഇനിയിപ്പോൾ ഇതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഞാനിത് 2 ഈക്വൽ പാർട്ടാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യാൻ പോകുന്ന പാനിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തെടുക്കുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇത് കേക്കിൻ്റെ അടിയിൽ വരുന്ന റൗണ്ട് ടീനില്ലേ അതിലാട്ടോ. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പുള്ള ഏതെങ്കിലും ഇതുപോലത്തെ ടിന്നിൽ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഡോ വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് നല്ലോണം ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുക. നമ്മളെ ഡോ നല്ല സോഫ്റ്റ് ആയതിനെ കൊണ്ട് തന്നെ കൈ കൊണ്ടാക്കി കൊടുത്താൽ ഇത് പെട്ടെന്ന് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആയി കിട്ടും. എന്നിട്ട് ഞാനിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ മുകളിലോട്ടേക്ക് ആവുന്ന രീതിയിൽ ഒന്ന് കൈ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് അധികം പൊന്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോർക്ക് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കൊന്നും ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഞാനിൻ്റെ 5 മിനിറ്റ് കഴിഞ്ഞൊരു ക്ലിംഗ് റാപ്പൊക്കെ ഊരി ഇതേപോലെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാനൊരു 10 മിനിറ്റ് ഓവൽ വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ പിസ്സ ഫുള്ള് സെറ്റ് ചെയ്ത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഡോ വേവാത്ത പോലെ നമുക്ക് ഇങ്ങനെ തോന്നും. അപ്പോൾ ഇത് ഫസ്റ്റിലെ ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിസ്സ ഉണ്ടാക്കി കഴിയുമ്പോൾ ഡോ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടും. ഇപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഫസ്റ്റ് ബേക്ക് ചെയ്ത് എടുത്ത ഡോൻ്റെ മുകളിലേക്ക് നമ്മൾ പിസ്സ സോസ് എല്ലാ ഭാഗത്തേക്ക് ആവുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഓവൻ ഒന്നൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. എന്നിട്ടാണ് അതിലേക്ക് ഞാൻ പിസ്സൻ്റെ ഡോ വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടെ ബേക്ക് ചെയ്തെടുത്തത്. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്. ഇപ്പോൾ ഇതാ നമ്മളെ സോസൊക്കെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് മൊസറല്ല ചീസ് എല്ലാ ഭാഗത്തേക്ക് ആവുന്ന രീതിയിൽ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ചീസ് എടുക്കുമ്പോൾ ഫ്രഷ് ചീസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടി കുറച്ച് വെജീസ് എടുത്ത് ഞാനിവിടെ ഉള്ളിയും ക്യാപ്സിക്കവും തക്കാളിയും കൂടെയാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ്സോ അങ്ങനെയൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ വെജിറ്റബിൾസൊക്കെ നമ്മളിഷ്ടമുള്ള രീതിയിൽ ഒന്ന് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനില്ലേ അതൊന്ന് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തേക്ക്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചിക്കനും കൂടെ നല്ലോണം ഒന്ന് വെച്ച് സെറ്റാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുറച്ചും കൂടെ മൊസറല്ല ചീസ് ഇതിൻ്റെ മുകളിലേക്കൊന്ന് നല്ലോണം തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഒറിഗാനോ പിന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ ഒന്ന് ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ സ്റ്റൗ ടോപ്പിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റാണ് ബേക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ 10 മിനിറ്റ് ആദ്യം ഡോ ബേക്ക് ചെയ്തില്ലേ, അതുകൊണ്ട് നമുക്കിനി ഒരു 20 മിനിറ്റൊക്കെ ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളിത് സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ അതൊരു പാത്രം വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇത് ഇറക്കി കൊടുത്തിട്ട് അടിച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മളെ പിസ്സ 20 മിനിറ്റ് കൊണ്ട് നല്ലോണം സെറ്റായി ബേക്കായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങളൊരു പ്രാവശ്യം ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇത് നമുക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ഇത് സാധാരണ വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം എളുപ്പത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.